ഫ്രണ്ട്സ്, നമ്മൾ ഏഴാറ്റുമുഖം പ്രകൃതി ഗ്രാമം കാണാനാണ് പോകുന്നത്. നമ്മൾ ഉള്ളോട്ട് പോവാണ്. എറണാകുളം ജില്ലയിലെ ചാലക്കുടി പുഴയുടെ കരയിൽ സ്ഥിതി ചെയ്യുന്ന വിനോദസഞ്ചാര കേന്ദ്രമാണ് ഏഴാറ്റുമുഖം പ്രകൃതി ഗ്രാമം. കാലടി പ്ലാന്റേഷൻ എസ്റ്റേറ്റിലാണ് ഈ വിനോദസഞ്ചാര കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. അതിരമ്പള്ളിയും വാഴച്ചാലും പോകുന്നവർ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരിടം തന്നെയാണ് ഏഴാറ്റുമുഖം. അതിരമ്പള്ളിയും വാഴച്ചാലും കണ്ടെത്തുന്ന ചാലക്കുടി പുഴ സുന്ദരിയായി അണിഞ്ഞൊരുങ്ങി നിൽക്കുകയാണ് ഏഴാറ്റുമുഖത്ത്. ആനമലയിൽ ഉത്ഭവിച്ച് കാടും മലകളും പിന്നിട്ട് വരുന്ന ചാലക്കുടി പുഴ അതിരമ്പള്ളി വാഴച്ചാൽ വെള്ളച്ചാട്ടത്തിന് ശേഷം ഏഴാറ്റുമുഖത്ത് വെച്ച് അവർ ശാഖകളായി പിരിഞ്ഞ് 7 നദി പോലെ ഒഴുകിയിരുന്നു. അങ്ങനെയാണത്രേ ഏഴാറ്റുമുഖത്തിന് സംഗീതം തുളുമ്പുന്ന ഈ പേര് കിട്ടിയത്. ഏഴാറ്റുമുഖം പ്രകൃതി ഗ്രാമത്തിൻ്റെ മുഖമുദ്ര എന്ന് പറയുന്നത് ചാലക്കുടി പുഴയുടെ കുറുകെയുള്ള തൂക്കുപാലമാണ്. പടികേറി പാലത്തിലെത്തിയാൽ മനോഹരമായ വ്യൂ പോയിൻ്റാണ്. അപ്പോൾ നമ്മൾ അടുത്ത മെയിൻ നല്ല പച്ചപ്പാണ് എല്ലായിടത്തും കാണാൻ വേണ്ടി. അതുപോലെ തന്നെ ആ വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഒരു ഭംഗി നമുക്ക് ഇവിടെ നല്ലപോലെ ആസ്വദിക്കാൻ പറ്റും. ഈ തൂക്കുപാലം കഴിഞ്ഞ് നമ്മൾ കയറുന്നത് പ്രകൃതി ഗ്രാമത്തിലോട്ടാണ്. ഇനി നമ്മൾ കയറാൻ പോകുന്നത് ഏഴാറ്റുമുഖം പ്രകൃതി ഗ്രാമത്തിലോട്ടാണ്. അപ്പോൾ അവിടെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ളത് കുട്ടികളുടെ ഒരു കിഡ്സ് പാർക്ക് ഉണ്ട്. പിന്നെ അപ്പ് സൈഡിൽ നിന്ന് നമ്മുടെ വാട്ടർഫോളൊക്കെ കാണാനുള്ളൊരു വ്യൂ പോയിൻ്റ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രകൃതി ഗ്രാമത്തിലോട്ട് കയറാൻ വേണ്ടിയുള്ള എൻട്രി ഫീസ് അഡൽട്ടിന് 25 രൂപയും അതുപോലെ തന്നെ കുട്ടികൾക്ക് 15 രൂപയുമാണ്. കുട്ടികൾക്ക് കളിക്കാനുള്ള ചിൽഡ്രൻസ് പാർക്കും അതുപോലെ തന്നെ നമ്മുടെ വാട്ടർഫോളൊക്കെ കുറച്ച് അടുത്ത് കാണാനുള്ള ഒരു വാച്ചിങ് വ്യൂ പോയിൻറ്റുമാണ് ഉള്ളത്. പിന്നെ ടോയ്ലറ്റ് സൗകര്യവും അതുപോലെ തന്നെ 2 ഫുഡ് കഴിക്കാനുള്ള നല്ല കഫേസൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ നടക്കാൻ തന്നെ ഒരു പ്രത്യേക റിഫ്രഷിങ് തന്നെയാണ്. നല്ലൊരു പച്ചപ്പായതുകൊണ്ട് തന്നെ പാർക്കിലൊക്കെ മക്കൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. ഇപ്പോൾ ഈ സെയിം റൂട്ട് തന്നെയാണ് വാഴച്ചാലും അതിരമ്പള്ളിയും. അപ്പോൾ നമ്മൾ അതിരമ്പള്ളിയിലോട്ട് പോവുകയാണ്. വൈകുന്നേരം ആയപ്പോൾ ആ ബ്രിഡ്ജിൽ നല്ല തിരക്ക് തന്നെയായി. നമ്മൾ ഏതാണ്ട് 24 മീറ്റർ ഉയരമാണുള്ളത്. മഴക്കാലത്ത് വന്ന് കാണുന്ന ആ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാൻ പറ്റില്ല. നല്ല ഭംഗി തന്നെയാണ്. പിന്നെ ആ ബാക്ക്ഗ്രൗണ്ടിലുള്ളൊരു ഫോട്ടോ എടുക്കുന്നതും പിന്നെ നമ്മൾ ആ കാണുന്ന ഏർമാടം കണ്ടു, അതിൽ ഇവിടുത്തെ സ്റ്റാഫൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്നൊരു സ്റ്റാഫാണ് നമ്മളോട് പറഞ്ഞത് നമുക്ക് ഈ വെള്ളച്ചാട്ടത്തിൽ നമുക്ക് താഴെ നിന്ന് കാണാനൊരു വഴിയുണ്ട്. അപ്പോൾ അവിടെ പോയി കുറച്ചും കൂടി നല്ലൊരു രീതിയിൽ നമുക്ക് വെള്ളച്ചാട്ടം കാണാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അങ്ങോട്ട് ഇനി പോവുകയാണ്. അപ്പോൾ നമ്മൾ കണ്ട വെള്ളച്ചാട്ടം താഴെ നിന്ന് കുറച്ചും കൂടി നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റും. പക്ഷേ ഇതുപോലെയുള്ളൊരു വഴിയിലൂടെയാണ് പോകേണ്ടത്. ഒത്തിരി ദൂരം പോയാലാണ് താഴെ എത്തുന്നത്. അതുകൊണ്ട് കുട്ടികൾ ടയർഡായതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോയില്ല. നമ്മൾ അടുത്ത് പോയത് വാഴച്ചാലിലോട്ടായിരുന്നു. 4 മണിയായപ്പോഴാണ് അവിടെ എത്തിയത്. ഈവനിങ് ആയതുകൊണ്ടും സൺഡേ ആയതുകൊണ്ടും നല്ല തിരക്കായിരുന്നു. നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ പോലും സ്ഥലം കിട്ടിയില്ല. പെട്ടെന്നുള്ള യാത്രയായതുകൊണ്ട് പ്ലാനിങ് ഒന്നും ചെയ്തില്ല. അതിരാവിലെ പ്ലാൻ ചെയ്ത് ഇറങ്ങുവാണെങ്കിൽ നമുക്ക് എല്ലാ സ്ഥലവും ഇതുപോലെ കവർ ചെയ്യാൻ പറ്റും. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ആദ്യമായി കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത്. Thank you for watching.